ഹായ് ഹലോ വെൽക്കം ടു കോമ്പറ്റേറ്റീവ് ക്രാക്കർ. കോമ്പറ്റേറ്റീവ് ക്രാക്കറിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് സ്വാഗതം. അപ്പോൾ സെറ്റ് എക്സാം കഴിഞ്ഞു അല്ലേ? നമ്മളൊക്കെ കാത്തിരുന്ന് സെറ്റ് എക്സാം കഴിഞ്ഞു. എങ്ങനെ ഉണ്ടായിരുന്നു? പലരും പല അഭിപ്രായങ്ങളാണ് പറയുന്നത്. പല ആൾക്കാർക്കും ഈസി ആയിരുന്നു, എന്നാൽ ചില ആൾക്കാർക്ക് കുറച്ച് ടഫായിരുന്നു. ഇനി നമുക്ക് റിസൾട്ട് ഒക്കെ വരുമ്പോൾ നോക്കാം എങ്ങനെയായിരുന്നു ഇത്തവണത്തെ സെറ്റ് എക്സാം എന്ന് അല്ലേ. അപ്പോൾ സെറ്റ് എക്സാമിന് മുന്നേ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്ത്, സെറ്റ് എക്സാം ആദ്യമായി എഴുതുന്ന ആൾക്കാരോ ഒക്കെ ഉണ്ടെങ്കിൽ OMR ഷീറ്റുമായി ബന്ധപ്പെട്ട കാര്യങ്ങളും അതുപോലെ എക്സാം ഹാളിൽ ചെന്നാൽ ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ. ഇവിടെ നമ്മൾ ചെയ്യാൻ പോകുന്നത് പരീക്ഷ കഴിഞ്ഞു, ഇനി റിസൾട്ടുമായി ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങളാണ് നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത്. നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോവാം. ഓക്കെ, ഇവിടെ നമ്മൾ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഉത്തര സൂചിക, അതായത് ആൻസർ കീയുടെ പ്രസിദ്ധീകരണവുമായിട്ട് ബന്ധപ്പെട്ടാണ് ആദ്യം ഒരു കാര്യം പറയാനുള്ളത്. ഓക്കെ, ഇവിടെ നമ്മൾ സൂചിപ്പിച്ച കാര്യം, പരീക്ഷ കഴിഞ്ഞാൽ ഉടൻ തന്നെ എല്ലാ വിഷയങ്ങളുടെയും ഉത്തര സൂചിക LBS സെൻട്രലിന്റെ ഔദ്യോഗിക വെബ്സൈറ്റിൽ പ്രസിദ്ധീകരിക്കും. അതായത് പരീക്ഷ കഴിഞ്ഞ് ഉടൻ തന്നെ എന്ന് പറയുമ്പോൾ 2-3 ദിവസത്തിന് ഇടയിൽ തന്നെ LBSന്റെ ഔദ്യോഗിക വെബ്സൈറ്റിൽ നിങ്ങൾക്ക് എന്ത് കാണാം? ആൻസർ കീ കാണാൻ വേണ്ടി പറ്റും. ഓക്കെ, അപ്പോൾ ആൻസർ കീ കാണുന്ന സമയത്ത് നമുക്കറിയാം ചില ആൻസർ കീയിൽ ചിലപ്പോൾ വ്യത്യാസങ്ങൾ ഉണ്ടായേക്കാം അല്ലെ. അങ്ങനെ നിങ്ങൾക്ക് എന്തെങ്കിലും വ്യത്യാസമോ മറ്റോ കാര്യങ്ങളോ തോന്നുകയാണെങ്കിൽ അത് നിങ്ങൾക്ക് എന്ത് ചെയ്യാം? കറക്റ്റ് ആയിട്ടുള്ള അതോറിറ്റിയെ അത് അറിയിക്കാവുന്നതാണ്. അതുമായി ബന്ധപ്പെട്ട കാര്യം ഇവിടെ പറയുന്നുണ്ട്. ഉത്തര സൂചികയുമായി സംബന്ധിച്ച് എന്തെങ്കിലും പരാതികൾ ഉണ്ടെങ്കിൽ അവ 5 കലണ്ടർ ദിവസത്തിനകം LBS സെന്ററിന്റെ ഡയറക്ടറുടെ മുമ്പാകെ സമർപ്പിച്ചിരിക്കണം. അപ്പൊ നിങ്ങൾക്ക് ഒരു ടൈം പീരീഡ് ഇവിടെ തന്നിട്ടുണ്ട്. നിങ്ങളുടെ ആൻസർ കീയുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും ഡൗട്ടുകളോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ 5 ദിവസത്തിനകം നിങ്ങൾക്ക് എന്ത് ചെയ്യാം? LBS സെന്ററിന്റെ ഡയറക്ടറുടെ മുമ്പാകെ അത് സമർപ്പിക്കാം. ഓക്കെ, ആ സമർപ്പിച്ചു കഴിഞ്ഞ് അതിനൊരു ഫീയും കൂടി ഉണ്ട്. അതിന്റെ ഫീ അവിടെ പറയുന്നുണ്ട്. എത്രയാണ് നിങ്ങൾ ചോദ്യം? ഓരോ ചോദ്യങ്ങൾക്കും 300 രൂപ വീതമാണ് ഫീസ് അവിടെ കൊടുത്തിരിക്കുന്നത്. അപ്പൊ ഇതാണ് നമുക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആയ ഒരു കാര്യം പറയാനുള്ളത്. മറ്റൊരു വിഷയം എന്താണെന്ന് വെച്ചാൽ നമുക്കറിയാം, അതിനുശേഷം നമുക്ക് ചില ഏരിയകളിൽ നിന്നും എന്ത് ചെയ്യും? ചിലപ്പോൾ ഒന്നോ അതിലധികമോ ആൻസേഴ്സ് ഉണ്ടാവും അല്ലെ. ചില ക്വസ്റ്റ്യൻസിന് ചിലപ്പോൾ 4 ഓപ്ഷൻ തന്നപ്പോൾ ഒരു ആൻസർ ശരി എന്ന രീതിയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? കണക്കാക്കുന്നത്. അതല്ലാതെ ചിലപ്പോൾ 2 ആൻസർ ശരിയായിട്ട് വരിക, അല്ലെങ്കിൽ തന്ന ചോദ്യത്തിന് അവിടെ ആൻസർ ഇല്ലാതിരിക്കുക, ഇങ്ങനെയൊക്കെ പല പ്രശ്നങ്ങൾ ഉണ്ടായേക്കാം. അങ്ങനെയൊക്കെ ഒരു പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ അതിൻ്റെയൊക്കെ പൂർണ്ണമായ ഉത്തരവാദിത്വം അത് ആ ഒരു ക്വസ്റ്റ്യൻ മാറ്റാനോ അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട മറ്റു തീരുമാനങ്ങൾ എടുക്കാനുള്ള പൂർണ്ണമായ ഉത്തരവാദിത്വം ആർക്കാണ്? LBS സെന്ററിനാണുള്ളത്. അതാണ് ഇവിടെ പറഞ്ഞത്. വിദഗ്ധ സമിതിയുടെ ശുപാർശ പ്രകാരം തെറ്റായ ചോദ്യങ്ങളും ശരിയായ ഉത്തരങ്ങൾ ഇല്ലാത്ത ചോദ്യങ്ങളും ഒഴിവാക്കാനുള്ള അധികാരം LBS സെന്ററിലെ ഡയറക്ടർക്ക് ഉണ്ടാവും. അതായത് നമ്മൾ പറഞ്ഞത്, ചിലപ്പോൾ എന്തുണ്ടാവില്ല, ചിലപ്പോൾ നമ്മൾ 4 ഓപ്ഷൻ കൊടുത്തതിൽ ശരിയായ ഉത്തരം ഉണ്ടായിക്കോണമെന്നില്ല, അല്ലെങ്കിൽ 4 ഓപ്ഷനിൽ ഒന്നോ അതിലധികമോ ഉത്തരങ്ങൾ ശരിയായിട്ടുണ്ടാവും. അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളുമായിട്ട് ഉള്ള കൂടുതൽ തീരുമാനങ്ങൾ എടുക്കാനുള്ള അധികാരം ആർക്കായിരിക്കും? LBS സെന്ററിന്റെ ഡയറക്ടർക്ക് ആയിരിക്കും. കൂടാതെ നമ്മൾ പറയുന്നു, അവിടെ പൂർണ്ണമായും മൂല്യനിർണ്ണയം നടത്തുന്നത് OMR ഷീറ്റ് പ്രകാരമായിരിക്കും അല്ലെ. ഒപ്റ്റിക്കൽ മാർക്ക് റീഡർ ഉപയോഗിച്ചായിരിക്കും അവിടെ പൂർണ്ണമായും, അതായത് കമ്പ്യൂട്ടറൈസ്ഡ് ആണ് നിങ്ങളുടെ കൂടുതൽ ആയിട്ടുള്ള മൂല്യനിർണ്ണയം നടത്തുന്നത്. കൂടാതെ ആ മൂല്യനിർണ്ണയം ഒഴിവാക്കാൻ, ആ മൂല്യനിർണ്ണയം കമ്പ്യൂട്ടറൈസ്ഡ് ആയിരിക്കും പ്രധാനമായിട്ടും ഉണ്ടാവുക. കൂടാതെ നിങ്ങൾക്ക് ഇത്തരത്തിൽ മൂല്യനിർണ്ണയം ചെയ്തു കഴിഞ്ഞാൽ നിങ്ങളുടെ ആൻസർ കീ ലഭ്യമാകും. അതായത് നമുക്കറിയാം, സെറ്റ് എക്സാമിന്റെ എല്ലാ രീതിയിലുള്ള ആൻസർ കീയും അല്ലെങ്കിൽ അതിന്റെ മൂല്യനിർണ്ണയം മൊത്തം കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ പുനർമൂല്യനിർണ്ണയം എന്ന രീതിയിൽ ഒരു കാര്യം ഉണ്ടാവത്തില്ല. ഓക്കെ, അതിന് പകരം ഇവിടെ ചെയ്യാൻ പറ്റുന്നത് എന്താണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് ആ ഉത്തരക്കടലാസിന്റെ ഫോട്ടോ കോപ്പി നിങ്ങൾക്ക് ആവശ്യപ്പെടാൻ വേണ്ടി പറ്റും. അങ്ങനെ ഫോട്ടോ കോപ്പി നിങ്ങൾക്ക് ഒരു പേപ്പറിന്, അതായത് ഓരോ പേപ്പറിനും 500 രൂപ വീതമാണ്. ഓരോ പേപ്പറിനും 500 രൂപ വീതം ഫീസ് അടച്ചാൽ ഫലപ്രഖ്യാപനം നടത്തി 1 മാസത്തിനുള്ളിൽ നിങ്ങൾക്കത് ലഭിക്കുന്നതായിരിക്കും. വേറൊരു കാര്യം കൂടി പറയട്ടെ, സെറ്റ് എക്സാമുമായി സംബന്ധിച്ച് നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങളോ അല്ലെങ്കിൽ മറ്റു കാര്യങ്ങളോ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് താഴെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്താം. അപ്പോൾ ഒരിക്കൽ കൂടി എല്ലാവർക്കും വിജയാശംസകൾ നേരുന്നു. ഇനി ഇതേപോലുള്ള ഇൻഫോർമേറ്റീവ് വീഡിയോസിന് വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. താങ്ക്